പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം അസൗകര്യങ്ങളുടെ നടുവിലെന്ന് പരാതികൾ വ്യാപകമാകുന്നു. വേണ്ടത്ര ഡോക്ടർമാരുടെ സേവനമോ മരുന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനമോ ഇവിടെ നിലവിലില്ല. രോഗി പരിചരണം അസാധ്യമായതോടെ വാർഡുകളിൽ ബെഡുകൾ കൂട്ടിയിട്ട നിലയിലാണ്. പനിയും പകർച്ചവ്യാധികളും നാടാകെ പടരുമ്പോൾ ജനങ്ങൾക്ക് തുണയാകേണ്ട പെരുമ്പാവൂർ ഗവൺമെന്റ് ആശുപത്രിയുടെ പ്രവർത്തനം തീർത്തും പരിതാപകരമായ അവസ്ഥയിൽ ഇഴയുന്നു. ബന്ധപ്പെട്ട അധികാരികളുടെ അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും പ്രത്യക്ഷ ഉദാഹരണമായി മാറിയിട്ടുണ്ട് ഈ സർക്കാർ ആശുപത്രി. 20 ഡോക്ടർമാരുടെ സേവനം ആവശ്യമുള്ള ഇവിടെ RMO, ശിശുരോഗ വിദഗ്ധൻ, സർജൻ എന്നിവരടക്കം 5 ഡോക്ടർമാർ നിലവിലില്ല എന്നതാണ് വാസ്തവം. വാർഡുകളിൽ 216 ബെഡുകളുള്ളതിൽ 190 ബെഡുകളും കാലിയാണ്. 1-2 വാർഡുകളിൽ 64 ബെഡും കൂട്ടിയിട്ടിരിക്കുന്നു. പ്രസവ വാർഡിൽ താഴത്തെ നിലയിൽ 10 ബെഡുകൾ ഉള്ളതിൽ വെറും 2 എണ്ണത്തിൽ മാത്രമാണ് ആളുള്ളത്. മുകൾ നിലയിലെ 47 ബെഡുകൾ അറ്റകുറ്റപ്പണികളുടെ പേരിൽ അടച്ചിട്ടിരിക്കുന്നു. അൾട്രാസൗണ്ട് സ്കാൻ മെഷീൻ പ്രവർത്തനം നിലച്ചിട്ട് തന്നെ 2 വർഷത്തോളമായി. ഇതിന്റെ ലൈസൻസ് കാലാവധിയെക്കുറിച്ച് ആശുപത്രി ജീവനക്കാർക്കും വലിയ അറിവില്ല. 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന ലാബ് ഇപ്പോൾ വെറും 8 മണിക്കൂർ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. 10,000-കണക്കിന് അന്യസംസ്ഥാനക്കാരുള്ള പെരുമ്പാവൂർ നഗരത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള ആയിരങ്ങൾ നിത്യവും എത്തുന്ന ഒരു സർക്കാർ ആശുപത്രിയുടെ ദയനീയ ചിത്രമാണിത്. PROയുടെ അസാന്നിധ്യവും സന്ദർശകരുടെ അന്വേഷണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ ആളില്ലാത്തതും പെരുമ്പാവൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ദുരവസ്ഥയുടെ ഉദാഹരണങ്ങൾ തന്നെ. ഈ ആതുരാലയത്തിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് ജനങ്ങൾ പലവട്ടം പരാതികൾ നൽകിയെങ്കിലും അതെല്ലാം വെറും വനരോധനമായി മാറി. ഈ ദുരവസ്ഥ കണക്കിലെടുത്ത് കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന ആവശ്യവുമായി DMOയ്ക്ക് കത്ത് നൽകിയെന്ന് നഗരസഭയുടെ പുതിയ ചെയർമാൻ പോൾ പാത്തിക്കൽ മീഡിയ സിറ്റിയോട് പറഞ്ഞു. ഹോസ്പിറ്റലിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം അതിനൊരു പെൻഡിങ് വന്നു. അതിൻ്റെ ബില്ലുകൾ യഥാർത്ഥസമയം ഗവൺമെൻറ്റിൽ നിന്ന് അതിൻ്റെ ഫണ്ടുകൾ വരുന്നതിനൊരു ചെറിയ കാലതാമസം നേരിട്ടതാണ് ആ പ്രശ്നത്തിന് കാരണം. പക്ഷേ അത് ഉടനെ തന്നെ വീണ്ടും പുനരാരംഭിക്കും. ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നല്ലൊരു ശതമാനം മാറ്റാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കാര്യക്ഷമമായിട്ട് HMC പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ HMC ഉടനെ തന്നെ HMC ബന്ധപ്പെട്ടവരെല്ലാം വിളിച്ച് ചേർത്തിട്ട് അവിടെ ഇനി നമുക്ക് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. അധികം ദിവസങ്ങൾ താമസിക്കാതെ തന്നെ ഹോസ്പിറ്റലിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. അവിടെ സൗകര്യങ്ങൾ ധാരാളം സൗകര്യമുള്ള ഹോസ്പിറ്റലാണ്. കാരണം ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നമ്മുടെ താലൂക്കിലെ നിരവധി ജനങ്ങൾ അവിടെ നിരന്തരം എത്തുന്നുണ്ട്. അവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും അതിൻ്റെ പോരായ്മകൾ ഒന്നുകൂടെ പരിശോധിക്കും. ആ പോരായ്മകൾക്കൊക്കെ അടുത്ത് തന്നെ പരിഹാരം ഉണ്ടാകും. നഗരസഭയെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധ ചെലുത്തുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ആരോഗ്യ വിഭാഗം. അപ്പോൾ അവിടെ തുടങ്ങി വെച്ച പ്രവൃത്തികൾ ഉടനെ തന്നെ പൂർത്തീകരിക്കുന്നതാണ്. എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അതും കൃത്യമായി തന്നെ അതിന് പരിഹാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല തിരുവനന്തപുരത്തെ ഏജൻസിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. എന്നാൽ ആദ്യഘട്ട തുക ഇനിയും സർക്കാർ നൽകിയിട്ടില്ല. സർക്കാർ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് മാത്രമേ നിലവിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും മുന്നോട്ടു പോകൂ. വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ അടുത്ത ദിവസം താലൂക്ക് ആശുപത്രിയിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.